ഇവർ തന്റെ വീട്ടിൽ വന്നപ്പോഴുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അവരുടെ ആ അത്ഭുതങ്ങളുടെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടി. വീടിൻ്റെ അകത്ത് ഒന്നുമില്ലേ എന്ന് ചോദിച്ച് വാങ്ങി ഉറുപ്പിയായിട്ട് കടയിൽ പോയപ്പോൾ ഒരാൾ ചോദിച്ചു വന്നപ്പോൾ ഈ ഉറുപ്പിയായിട്ട് ഭാര്യൻ്റെ ഉറുപ്പിയാണല്ലോ വെള്ളി ഉറുപ്പിയ, ഈ ഉറുപ്പിയക്ക് സാധനം മേടിക്കാൻ വേണ്ടി വന്നത് മറ്റൊരാൾക്ക് കൊടുക്കാനാവില്ല എന്ന് എഴുതിയിട്ട് മറ്റൊരു കടയിലേക്ക് ഓടിച്ചു നോക്കുമ്പോൾ അവിടെയാണ് പിന്നാലെ കൂടിയിട്ട് ഇയാള് വലവും തരണം, നിങ്ങളടുത്തുള്ള എന്താ വെച്ചാൽ തരണം. പിന്നെ അവിടെ ഒരു കടയിൽ പോയി, അവിടെ ചെന്നപ്പോഴും ഇയാള് വിടാതെ പിന്നാലെ കൂടിയപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കാൻ എന്ന് കരുതിയിട്ട് മുമ്പ് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് പെണ്ണ് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ഒരു ഉടുപ്പ് മേടിച്ചിട്ടാണ് ഈ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത്. മൂപ്പൊരു ചാക്കിൽ നല്ല മണ്ണും മണലും നിറച്ചിട്ട് ആ ചാക്ക് താങ്ങി പിടിച്ച് എത്തിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വാതിൽ തുറന്ന് ആ ചാക്ക് അവിടെ വെച്ചിട്ട് മൂപ്പരുടെ ഇറങ്ങിപ്പോകും. ഭാര്യയെ കാണാൻ നിൽക്കാതെ മണ്ണല്ലെടുത്തത് കുറുക്കേക്ക് കൊണ്ടുവന്നാൽ എന്താന്ന് ചോദിച്ചു പോവുകയാണ്. അങ്ങനെ പോയവർ വീണ്ടും ചരം വിട്ടു. ശാന്തനക്ക് വന്നിട്ടുണ്ടാവും, ദേഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് രാത്രി കുറെ കഴിഞ്ഞു കണ്ടു വന്ന് നോക്കുമ്പോൾ നല്ല റൊട്ടിയും നല്ല പലഹാരങ്ങളും ഭക്ഷണങ്ങളും തനിക്ക് വേണ്ടി മഹതി ഒരുക്കിയിരിക്കുന്നു. സഹകരണം ഇതെവിടുന്ന് കിട്ടി, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സാധനം കൊണ്ടുണ്ടാക്കി, നിങ്ങൾ കൊണ്ടുവന്ന ഈ ചാക്കിന് ആ സാധനം കൊണ്ടുണ്ടാക്കിയെന്നാണ് മഹതി പറയുന്നത്. അൽഹംദുലില്ലാഹ്, സ്വന്തം വീട്ടിലെ ഈ അനുഭവം, ഇത് ജീവിതത്തിലുടനീളം ഈ അനുഭവങ്ങൾ തന്നെ അവർക്ക് ഇസ്ലാമിന്റെ പ്രചരണാർത്ഥം നിയോഗിച്ചയക്കപ്പെട്ടിരുന്ന ഒരു ശരീരത്തിൽ ബഹുമാനപ്പെട്ടവർ പോകുമ്പോൾ ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകുന്ന മഹാപ്രവാഹം, മുട്ടിമരങ്ങൾ ഇങ്ങനെ വരികയാണ്. പ്രളയം ഉണ്ടാകുമ്പോൾ പുഴയും നന്നായിട്ട് ഒഴുകി മുട്ടികൾ വരണം. ഇതുപോലെ നല്ല 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 മുട്ടികൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ മഹാപ്രളയത്തിൽ പ്രവാഹമായി വെള്ളത്തിൽ ടൈഗ്രീസിന് ഒഴുകിക്കൊണ്ടിരിക്കും. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ നടത്താം വെള്ളത്തിന്റെ മേലെ കൂടും. മൂപ്പര് മാത്രമല്ല, നിങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന മേൽക്കൂടും എല്ലാവരും നടന്നിട്ട് പുഴന്റെ അപ്പുറം ടൈഗ്രീസ് നദി നിങ്ങൾ കേട്ടിട്ടില്ലേ? ടൈഗ്രീസ് നദി, യൂഫ്രട്ടീസ് നദി, ടൈഗ്രീസ് നദി പറഞ്ഞാൽ വമ്പിച്ച നദിയാണ്. ആ നദിയൊക്കെ വിട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര വീതി വേണം. ആ നടത്തത്തിൽ സൈന്യത്തെ മുഴുവൻ വിട്ടുകിടത്തിയിട്ട് അദ്ദേഹം തിരിഞ്ഞിട്ട് ചോദിക്കുക, ആരെങ്കിലും വല്ല സാമഗ്രികളും വല്ലതും നനഞ്ഞോ, വല്ല സാമഗ്രികളും വല്ലതും നനഞ്ഞോന്നാണ്. ആരുടേതും ഒന്നും നനഞ്ഞിട്ടില്ല. ധരിച്ച ചെരുപ്പ് പോലും ഒരാളുടേതും ധരിക്കാതെ അക്കരെ കിടന്ന ആ മഹത്തായ ജീവിതമാണ് മൂപ്പരുടെ സൈനികമായ പ്രവർത്തനങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ മഹത്തായ ആ മനഃശക്തിയും ആത്മീയ ശക്തിയും ദിവ്യ വെളിച്ചവും അസ്തമിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ കണ്ണനുഭവിക്കുന്ന അത്ഭുതത്തിന്റെ മുൻപിലാണല്ലോ അവർ പെട്ടെന്ന് കീഴടങ്ങുക. അവർക്ക് ഈമാൻ കൊള്ളാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേക സമ്പ്രദായം മാറ്റുകയാണ്. സ്വഹാബത്തുകളുടെ സമ്പ്രദായത്തിനുപരിയായി താബിഈങ്ങളുടെ കാലം വരുമ്പോൾ ചില പ്രമുഖരെ, അതിന് പറ്റുന്നവരെ അള്ളാഹു തെരഞ്ഞെടുത്ത് യോഗ്യരാക്കി വരുമ്പോഴാണല്ലോ അവരിലൂടെയാണോ അത് ഭക്ഷണം പറ്റുള്ളൂ. എല്ലാവരെയും കൂടി ഇത് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ. അതിന് പാകത്തിനൊന്ന് ഒരുക്കണം. ഈ ഒരുക്കുന്ന ആളുകളിലൂടെയാണ് പ്രത്യക്ഷപ്പെടുക. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. വെള്ളത്തിന് മുട്ടി പ്രയാസപ്പെട്ട് ഇസ്തിസ്ഖാ നടത്താൻ വേണ്ടിയിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் പ്രത്യേകം ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് വരുമ്പോ അബൂ മുസ്ലിം ഖവലാനി എന്ന മഹാനെ കണ്ടപ്പോൾ മുആവിയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, ജനങ്ങൾ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നു. അപ്പടി തന്നെ നടക്കുന്ന വലിയ കറാമത്താണ് മഹാനവരുടെ ജീവിതത്തിലുടനീളം. ഇത് കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട എന്നേക്കാൾ സ്ഥാനമുണ്ട് മുആവിയ തങ്ങൾക്ക്. റസൂലുള്ളാഹിന്റെ സ്വഹാബിയല്ലേ, ഒരുപാട് ഹദീസുകൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പരീതനമായി നിബിധങ്ങൾ പ്രകീർത്തിച്ചു വന്നിട്ടുള്ള മഹാനായ സ്വഹാബിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങൾ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ കൽപ്പിച്ചാൽ പക്കം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് മഹാനായ അബൂ മുസ്ലിം ഖവലാനി എന്നും ദുആ ചെയ്യാണ്. ദുആ ചെയ്തത് പരമാർത്ഥം. ആ ദുആ ചെയ്ത സമയം കഴിഞ്ഞ ഉടനെ മഴ പെയ്തു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സംഭവിക്കുന്നത് പോലെ ഇത് കൂടി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ഖവലാനി തങ്ങൾ പറഞ്ഞു, പടച്ചോനെ, എന്നെ ഇദ്ദേഹം ഇതാ പ്രചാരപ്പെടുത്തിയിരിക്കുന്നു.
ആളുകളാരും അറിയാതെ ഒളിഞ്ഞു ജീവിച്ചിരുന്ന, അറിയാതെ മറഞ്ഞു കഴിഞ്ഞിരുന്ന എന്നെ ഇപ്പോൾ പ്രചാരപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്നെ നീ വെച്ചേക്കുന്നത് നല്ല ഹൈറും നിന്റെ അടുക്കൽ എനിക്കുണ്ടെങ്കിൽ നീ എന്നെ എന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് മരിക്കാൻ ദുആ ചെയ്ത മഹാൻ ഒരു വ്യാഴാഴ്ചയാണ് ഈ ദുആ ചെയ്യുന്നത്. തൊട്ടടുത്ത വ്യാഴാഴ്ച മഹാനായ അബൂ ഉസ്മാൻ ഖവലാനി തങ്ങൾ അവരുടെ വഫാത്താവും. അങ്ങനെ തുടങ്ങിയാണ് താപീയങ്ങളിലൂടെ ഈ കറാമത്തിലൂടെ ദീൻ പ്രചരിപ്പിച്ച് നമ്മൾ ഈ കാണുന്ന വിധത്തിൽ ദീൻ പ്രചരിച്ചെത്തിയതൊക്കെ മഹാന്മാരിൽ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അരിഫീകൾ മുഖേനയാണ്. നമ്മുടെ മലബാറിലും കേരളത്തിലും ദീനത്തുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കും ആളുകളെ ദീനിന്റെ ആളുകളായി തദ്ദേശീയരായ നമ്മുടെ ഇവിടുത്തെ ആളുകൾ നല്ല നല്ല സാധാരണക്കാരാണല്ലോ ഇവിടുത്തെ ആളുകൾ നല്ലത്. വലിയ ഉയർന്ന ആൾക്കാരൊന്നുമല്ല. ജാതീയമായി ചിന്തിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ നല്ല നമ്മളെ വാപ്പപ്പാപ്പാരാണ് ഈ പറയുന്നത്. നമ്മുടെ വാപ്പാപ്പന്മാരായിരുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാതിരുന്ന നമ്മുടെ ഉപ്പാപ്പന്മാരൊക്കെ ഏറെക്കുറെ ഉയർന്ന ജാതിക്കാരൊന്നും ആയിരുന്നില്ല. അത്തരം ആളുകൾക്കിടയിലാണ് മലബാറിൽ വന്നിട്ടുള്ള സംഗീതമാർ ഈ ദീന് ഒന്നാമത് പ്രചരിപ്പിച്ച് മഹത്തായ രീതിയിലേക്ക് വളർത്തിയത്. ഇപ്പൊ ഇസ്ലാമില്ലാത്ത മണ്ണില്ലാത്ത വിധം ഇസ്ലാം വളരെ പ്രസിദ്ധമാണ്. അവരിൽ വളരെ പ്രസിദ്ധി പെട്ടവരാണ് നമ്മൾ അനുസരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തങ്ങളുപ്പാപ്പ അബ്ദുൽ ഖഹാർ പൂക്കോയ തങ്ങളെന്ന മഹാനവറുകളുടെ ഉപ്പാപ്പമാരുടെ ജീവിതം. ആ ഉപ്പാപ്പമാരാണ് മലബാറിന്റെ പ്രദേശത്ത് പാണക്കാട് തങ്ങന്മാർ എന്ന് പിന്നീട് പേരറിയപ്പെട്ട ആ മഹാന്മാരാണ് ഈ പ്രദേശത്തുകളുടെ ഒക്കെ ആരംഭം. അവരിൽ താരങ്ങളാണ്, അവരുടെ സഹോദരന്മാരുടെ പുത്രന്മാരാണ് ഇവരൊക്കെ. ഈ മഹാന്മാരായ തങ്ങന്മാർ അവരുടെ ഉപ്പാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെന്ന വെല്ലൂരിൽ മറവാടപ്പെട്ട മഹാൻ, അതുപോലെ പാണക്കാട് തങ്ങന്മാരുടെ ഒരുപാട് ആളുകൾ വാപ്പയും ഇവരുടെ വാപ്പ, അതായത് തങ്ങൾ അവരുടെ അനുജൻ നമ്മൾ സയ്യിദ് നാസറാഖ് ഷഹബാൻ ഒരുപാട് ആളുകൾ പാണക്കാട് തങ്ങന്മാരിൽ തന്നെ ശിഹാബ് തങ്ങൾ അവരുടെ ഒരുപാട് ആളുകൾ. ഈ അർത്ഥത്തിൽ ഷഅബാൻ മാസത്തിൽ വഫാത്തായ ഒരുപാട് ആളുകൾ പാണക്കാട് സയ്യിദുമാരുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. ആ കുടുംബത്തിലെ സയ്യിദുമാരുടെ കൂട്ടത്തിൽ ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും സൂക്ഷ്മ ജീവിതം കൊണ്ടും നമ്മൾ നന്മയായി കാണുന്നത് എന്താണോ ആ നന്മയുടെ മാത്രം ശുദ്ധ ആരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധം തെളിഞ്ഞ് ആർക്കും ബോധ്യപ്പെടുന്ന ശുഭ്രമായ നമ്മൾ ഫോട്ടത്തിനും ചിത്രത്തിനും കണ്ടാൽ പോലും നമ്മുടെ മുഖത്ത് ആ ഈമാൻ സ്ഫുരിക്കും. ആ വിധത്തിലുള്ള ഒരു സയ്യിദിന്റെ നബിതങ്ങളുടെ കുടുംബത്തിന്റെ മക്കളുടെ എന്താണ് അവരുടെ സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ നമ്മൾ ആർക്കെങ്കിലും കിട്ടുമ്പോൾ ജീവിതത്തിൽ അമല് ചെയ്തിട്ട് കിട്ടുന്ന സ്ഥാനം പോലെയല്ല അവരുടെ സ്ഥാനം. ഓശാരമായി അള്ളാഹു നൽകുന്ന മഹത്തായ സ്ഥാനമാണ്. ആ സ്ഥാനം അറിയാൻ നമ്മൾക്ക് തിരിയുന്ന ബോധ്യപ്പെടുന്ന രീതിയിൽ മാത്രം ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹുവിന്റെ ഹബീബ് മുതൽക്ക് ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്നത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള കടപ്പാട് നിറവേറ്റാൻ വേണ്ടി നമ്മളോട് അള്ളാഹു തആല ആജ്ഞാപിച്ച സ്വലാത്തിന്റെ ആയത്താണല്ലോ. ഇതെല്ലാം വെള്ളിയാഴ്ച ഓതിയിട്ടല്ലേ ഖുതുബ അവസാനിപ്പിക്കാറുള്ളൂ. വെള്ളിയാഴ്ച നമ്മൾ കേട്ടിട്ട് മനപ്പാടാക്കി ഏത് സാധാരണക്കാരന് കിട്ടുന്ന ഉമ്മലായമൂത്ത് ഫീഹാ എന്ന് പറയുന്ന മാതിരി കിട്ടുന്നതാണ്. ഇസ്ലാമ് സുമ്മലായമൂത്ത് ഫീഹാ ഓതുന്നതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമല്ലോ. സുമ്മലായമൂത്ത് ഫീഹാ എന്നിട്ട് ചെറിയ കുട്ടികൾക്ക് കൂടി കിട്ടും. അതേമാതിരി കിട്ടുന്ന ഒരായത്തായി ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത്